പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധവാര ധ്യാനം 5-ാം ദിവസം, പെസഹ വ്യാഴം. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെ പറ്റിയുള്ള തിരുവചന ഭാഗം നമുക്ക് ശ്രവിക്കാം. ലൂക്ക 22-ാം അധ്യായം 7 മുതൽ വാക്യങ്ങൾ. പെസഹ കുഞ്ഞാടിനെ ബലി അർപ്പിക്കേണ്ട പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിനം വന്നു. യേശു പത്രോസിനെയും യോഹന്നാനെയും ഇപ്രകാരം പറഞ്ഞയച്ചു: നിങ്ങൾ പോയി നമുക്ക് ഭക്ഷിക്കാൻ പെസഹ ഒരുക്കുവിൻ. അവർ അവനോട് ചോദിച്ചു: ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു: ഇതാ, നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു മൺകുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ കണ്ടുമുട്ടും. അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് അവനെ നിങ്ങൾ പിന്തുടരുക. ആ വീടിൻ്റെ ഉടമസ്ഥനോട് പറയുക: ഗുരു നിന്നോട് ചോദിക്കുന്നു, എൻ്റെ ശിഷ്യന്മാരോടുകൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള ശാല എവിടെയാണ്? വിരിച്ചൊരുക്കിയ വലിയ ഒരു മാളിക മുറി അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അവിടെ ഒരുക്കുക. അവർ പോയി അവൻ പറഞ്ഞ പോലെ കാണുകയും പെസഹ ഒരുക്കുകയും ചെയ്തു. ഈ തിരുവചനത്തിൽ വളരെ വ്യക്തമാണ്, യേശുവിൻ്റെ 33-ാം വയസ്സിലെ പെസഹ വളരെ പ്രാധാന്യവും പ്രത്യേകതയും ഉള്ളതാണെന്നും അത് ഒരുക്കേണ്ടതിൻ്റെ എല്ലാ മുൻകൈയെടുക്കലുകളും ഈശോ വളരെ നേരത്തെ നടത്തിയിരുന്നുവെന്നും ഈ ബൈബിൾ ഭാഗം വ്യക്തമാക്കുന്നുണ്ട്. തുടർന്ന് ദിവ്യകാരുണ്യം സ്ഥാപിച്ചതിനെ പറ്റിയുള്ള വചനം അതുകൂടെ നമുക്ക് ശ്രദ്ധിക്കാം. സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു, അവനോടൊപ്പം അപ്പോസ്തലന്മാരും. അവൻ അവരോട് പറഞ്ഞു: പീഡ സഹിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കാൻ അതിയായി ആശിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് വരെ ഞാൻ ഇനി ഇതിൽ നിന്ന് ഭക്ഷിക്കയില്ല. അവൻ പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത ശേഷം അരുളി ചെയ്തു: ഇത് വാങ്ങി നിങ്ങൾ പങ്കുവെക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. പിന്നെ അവൻ അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു: ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുൾ ചെയ്തു: ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. പരിശുദ്ധ കുർബാന സംസ്ഥാപിച്ചത് ഇപ്പോൾ വായിച്ചു കേട്ട തിരുവചന ഭാഗത്ത് പറയുന്നത് പോലെ അന്ത്യത്താഴത്തിലാണ് എന്നൊരിക്കലും ദിവ്യകാരുണ്യം രക്ഷാകര ചരിത്രത്തിലുടനീളം സന്നിഹിതമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പഴയ നിയമത്തിൽ ദിവ്യകാരുണ്യം പ്രതീകാത്മകമായി സന്നിഹിതമായിരുന്നു. പുറപ്പാട് പുസ്തകം 16:4 പറയപ്പെടുന്ന മന്ന പരിശുദ്ധ കുർബാനയുടെ ഒരു പ്രതീകമാണ്. ഉൽപ്പത്തി 14:18 വിവരിക്കുന്ന അപ്പവും വീഞ്ഞും അർപ്പിച്ചുകൊണ്ടുള്ള മെൽക്കിസദേക്കിന്റെ ബലിയർപ്പണം പരിശുദ്ധ കുർബാനയുടെ ഒരു പഴയ നിയമ പ്രതീകമാണ്. അതുപോലെ ഉൽപ്പത്തി 22 വിവരിക്കുന്ന ഇസഹാക്കിന്റെ ബലിയും. പഴയ നിയമ പ്രതീകങ്ങളിൽ, വിശുദ്ധ കുർബാനയുടെ പ്രതീകങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വ്യക്തമാക്കുന്ന പെസഹ കുഞ്ഞാടിൻ്റെ
ബലിയർപ്പണമാണ്. പുറപ്പാട് 12:1-13 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് ഈജിപ്തിൽ വെച്ച് മോശയോടും അഹറോനോടും അരുൾ ചെയ്തു, ഈ മാസം 10-ാം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വയ്ക്കണം. 14-ാം ദിവസം വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധ്യയ്ക്ക് കൊല്ലണം. അതിൻ്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് വീടിൻ്റെ 2 കട്ടിളക്കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം. കട്ടിളയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നുവെന്നതിൻ്റെ അടയാളമായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും. ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല. പുറപ്പാട് 12:27 വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, കർത്താവ് ഈജിപ്തിലുണ്ടായിരുന്ന ഇസ്രായേൽക്കാരുടെ ഭവനങ്ങൾ കടന്നുപോയി ഈജിപ്തുകാരെ സംഹരിച്ചപ്പോൾ ഇസ്രായേൽക്കാരെ രക്ഷിച്ചു. പരിശുദ്ധ കുർബാനയുടെ ഒരു പ്രതീകമായിട്ടാണ് സഭാപിതാക്കന്മാർ ഈ പുറപ്പാട് സംഭവത്തെ കാണുന്നത്. യഹൂദ ഭവനങ്ങൾ നശിപ്പിക്കാതെ അവയെ കടന്ന് പോകാൻ സംഹാരദൂതനോട് കൽപ്പിക്കാൻ തക്കവിധം ആ ഭവനങ്ങളുടെ കട്ടിളക്കാലുകളിൽ ഇത്ര ബലപ്പെട്ടതായി ദൈവം കണ്ടത് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് സഭാപിതാക്കന്മാർ ഉത്തരം പറയും, ആ കട്ടിളക്കാലുകളിൽ പുരട്ടപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം യഥാർത്ഥ ദൈവകുഞ്ഞാടായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ പ്രതീകമാണ്. മാംസവും രക്തവും പാപമോചനത്തിനായി അർപ്പിച്ച ദിവ്യകാരുണ്യം സ്ഥാപിച്ച യേശുവിൻ്റെ ആ ദിവ്യകാരുണ്യം തന്നെയാണ് ആ സംഹാരദൂതനെ ഭയപ്പെടുത്തി തിരിച്ചയച്ചത്. സഭാപിതാവായ സാർദീസിലെ വിശുദ്ധ മെലീറ്റോ ഇപ്രകാരം പറയുകയാണ്, അല്ലയോ സംഹാരദൂത, ഉത്തരം തരുക, നിന്നെ ഭയപൂരിതനാക്കിയത് എന്താണ്? കുഞ്ഞാടിൻ്റെ വധമോ ക്രിസ്തുവിൻ്റെ ജീവനോ? കുഞ്ഞാടിൻ്റെ രക്തമോ ക്രിസ്തുവിൻ്റെ ആത്മാവോ? നീ ഭയപ്പെട്ടത് എന്താണെന്ന് സുവ്യക്തമാക്കുക. കുഞ്ഞാടിൻ്റെ വധത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജീവനും കുഞ്ഞാടിൻ്റെ മരണത്തിൽ അവിടുത്തെ പ്രതീകവും നീ ദർശിച്ചു. അതുകൊണ്ട് നീ ഇസ്രായേൽ ഭവനങ്ങളെ നശിപ്പിച്ചില്ല. പരിശുദ്ധ കുർബാനയുടെ ഒരു പ്രതീകമായി കുഞ്ഞാടിൻ്റെ വധവും കുഞ്ഞാടിൻ്റെ കട്ടിളക്കാൽ പുരട്ടപ്പെട്ട രക്തവും നിലനിൽക്കുകയാണ്. ഈശോയുടെ കാലത്തെ പെസഹ ഭക്ഷണ രീതി പ്രകാരമായിരുന്നു. നിസാൻ മാസം 14-ാം തീയതി ഉച്ച കഴിഞ്ഞ് പ്രത്യേകമായി സംരക്ഷിക്കപ്പെട്ട പെസഹ കുഞ്ഞാട് ജെറുസലേം ദേവാലയത്തിൽ വെച്ച് വധിക്കപ്പെടും. പിറ്റേന്ന് ഓരോ ഇസ്രായേൽ ഭവനത്തിലും അവർക്ക് വേണ്ടി വധിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മാംസം ആ കുടുംബാംഗങ്ങൾ ചേർന്ന് ഭക്ഷിക്കും. പെസഹ തിരുനാളിൽ തന്നെ ദൈവകുഞ്ഞാടായ ഈശോ വധിക്കപ്പെട്ടു എന്നത് കാര്യം എത്രയോ ശ്രദ്ധേയമാണ്. പെസഹ തിരുനാൾ ആഘോഷിക്കാൻ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും യഹൂദന്മാർ ജെറുസലേം നഗരത്തിൽ ആഘോഷങ്ങൾ മുഴുകിയിരിക്കുന്ന ആ സമയത്ത് തന്നെ അന്ത്യത്താഴത്തിൽ മാളിക മുറിയിൽ ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് നിങ്ങളുടെ മോചനത്തിനായി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ് ഈ അപ്പം, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാണ് എന്ന് പറഞ്ഞ് വീഞ്ഞും സമർപ്പിക്കുമ്പോൾ
പൗരസ്ത്യസഭാപിതാവായ വിശുദ്ധ എഫ്രേം പറയും, പിറ്റേന്ന് കാൽവരിയിൽ സംഭവിക്കാനിരുന്ന യേശുവിൻ്റെ കുരിശിലെ ബലി അവിടുന്ന് തലേന്ന് സ്വതന്ത്ര മനസ്സോടെ മുൻകൂട്ടി ആത്മബലി അർപ്പണം നടത്തുകയായിരുന്നു. എഫ്രേമിൻ്റെ വാക്കുകളിൽ ഇപ്രകാരമാണ് രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. പെസഹ വ്യാഴാഴ്ച അന്ത്യത്താഴ വേളയിൽ യേശു സ്വയം തന്നെ ബലിയായി അർപ്പിച്ചു. പിറ്റേന്ന് വെള്ളിയാഴ്ച മറ്റുള്ളവർ യേശുവിനെ ബലിയാക്കി. തലേന്ന് യേശു സ്വയം തന്നെ ബലിയാക്കി. പിറ്റേന്ന് മറ്റുള്ളവർ ഈശോയെ പിടിച്ച് ബലി കഴിച്ചു. കാൽവരിയിലെ കർത്താവിൻ്റെ കുരിശുമരണം തന്നെയാണ് അന്ത്യത്താഴത്തിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ നടന്നത് എന്ന് ഈ വിശദീകരണം വ്യക്തമാക്കുകയാണ്. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക എന്ന യേശുവിൻ്റെ കൽപ്പന ദിവ്യകാരുണ്യം സഭയിൽ ഒരു കൂദാശയായി എന്നും തുടരുവാനും നിലനിൽക്കുവാനും കാരണമായി തീർന്നു. കാൽവരിയിലെ യേശുവിൻ്റെ കുരിശിലെ ബലി അതുതന്നെയാണ് അൾത്താരയിലെ ബലി എന്ന് സഭ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തു കുരിശിൽ അർപ്പിച്ച അതേ ബലി തിരുസഭയുടെ അൾത്താരകളിൽ എങ്ങനെ അർപ്പിക്കാൻ സാധിക്കും? 2000 കൊല്ലം മുമ്പ് ഈശോ സമർപ്പിച്ച കുരിശിലെ ബലി എങ്ങനെ ഇന്ന് ആ ബലി തന്നെ അൾത്താരയിൽ നടക്കാൻ സാധിക്കും? ഇതിന് പരിശുദ്ധ കത്തോലിക്കാ സഭ തരുന്ന വിശദീകരണം ഇപ്രകാരമാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1364 ഖണ്ഡിക. പുതിയ നിയമത്തിൽ അനുസ്മരണത്തിന് പുതിയ അർത്ഥം സിദ്ധിക്കുന്നു. സഭ കുർബാന ആഘോഷിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പെസഹ അനുസ്മരിക്കുന്നു, അതിനെ സന്നിഹിതമാക്കുകയും ചെയ്യുന്നു. ഇവിടെ പെസഹായുടെ അനുസ്മരണത്തോടൊപ്പം ക്രിസ്തുവിൻ്റെ പെസഹായെ സഭ അൾത്താരയിലെ ബലിയിൽ സന്നിഹിതമാക്കുക കൂടി ചെയ്യുന്നുവെന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. ക്രിസ്തുവിൻ്റെ പെസഹ അൾത്താരയിലെ ബലിയിൽ വീണ്ടും സന്നിഹിതമാക്കുന്നു എന്ന ആ പ്രസ്താവന വളരെ 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 ശ്രദ്ധേയമാണ്. എന്താണ് അതിനർത്ഥമെന്ന് തുറന്നുള്ള വാക്കുകളിൽ സഭാപ്രബോധനം വ്യക്തമാക്കുന്നുണ്ട്. ക്രിസ്തു കുരിശിൽ എന്നേക്കുമായി ഒരിക്കൽ അർപ്പിച്ച ബലി എന്നും യഥാർത്ഥമായി നിലനിൽക്കുന്നു. ക്രിസ്തുവാകുന്ന നമ്മുടെ പെസഹ കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെട്ട കുരിശിലെ യാഗം അൾത്താരയിൽ ആഘോഷിക്കപ്പെടുമ്പോഴെല്ലാം നമ്മുടെ രക്ഷയുടെ കർമ്മം നിർവഹിക്കപ്പെടുകയാണ്. ക്രിസ്തു കുരിശിൽ എന്നേക്കുമായി ഒരിക്കൽ അർപ്പിച്ച ബലി എന്നും യഥാർത്ഥമായി നിലനിൽക്കുന്നു. ഇതെങ്ങനെ സാധ്യമാകുമെന്ന് നമുക്ക് ആലോചിക്കാം. 2000 വർഷം മുമ്പ് സംഭവിച്ച യേശുവിൻ്റെ കുരിശിലെ ബലി എന്നേക്കുമായി യഥാർത്ഥമായി നിലനിൽക്കുന്നു. എന്നേക്കും യഥാർത്ഥമായി നിലനിൽക്കുന്നു. അതെങ്ങനെ സാധ്യമാകും? മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും കാലത്തിലാണ്. കഴിഞ്ഞ വർഷം ചെയ്തൊരു പ്രവൃത്തി
10 വർഷം മുമ്പ് ചെയ്തൊരു പ്രവൃത്തി അത് കഴിഞ്ഞ കാലത്തിൻ്റെതായി തീർന്നുപോയി. അത് കഴിഞ്ഞ കാലത്തിൻ്റേത് മാത്രമാണ്. അതിന് കാരണം മനുഷ്യൻ കാലത്തിനും സമയത്തിലും ആണ് ജീവിക്കുന്നതെന്നതാണ്. എന്നാൽ ദൈവമായ യേശുവിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കാലവും സമയവുമില്ല. അവിടുന്ന് നിത്യനാണ്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ എന്ന തിരുവചനം ഇതാണ് വ്യക്തമാക്കുന്നത്. 2000 കൊല്ലം മുമ്പ് കാൽവരിയിൽ ഈശോ ബലിയർപ്പിച്ചു എന്നത് മാനുഷിക ഭാഷയാണ്. നമ്മളെ സംബന്ധിച്ചാണ് ആ സംഭവം 2000 കൊല്ലം മുൻപ് നടന്നു എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിനെ സംബന്ധിച്ച്, നിത്യനായ ദൈവത്തെ സംബന്ധിച്ച് 2000 കൊല്ലം മുൻപ് നടന്നൊരു കാര്യമല്ല, പ്രത്യുത ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. യേശുക്രിസ്തുവിന് അവൻ ദൈവമായതുകൊണ്ട് കഴിഞ്ഞ കാലം എന്നൊന്നില്ല, വരാനിരിക്കുന്ന കാലം എന്നൊന്നുമില്ല. എല്ലാം അവിടത്തേക്ക് വർത്തമാനകാലമാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ ബലി തിരുസഭ ധൈര്യപൂർവ്വം പഠിപ്പിക്കുകയാണ്. മതബോധന ഗ്രന്ഥം 1364 ക്രിസ്തു കുരിശിൽ എന്നേക്കുമായി ഒരിക്കൽ അർപ്പിച്ച ബലി എന്നും യഥാർത്ഥമായി നിലനിൽക്കുന്നു. ഇക്കാരണത്താലാണ് സഭയ്ക്ക് തൻ്റെ അൾത്താരകളിൽ അർപ്പിക്കപ്പെടുന്ന, ആഘോഷിക്കപ്പെടുന്ന ദീപബലികളിൽ യേശുവിൻ്റെ ഏകബലി യഥാർത്ഥത്തിൽ സന്നിഹിതമാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് സഭ ഇപ്രകാരം ആ പ്രബോധന രേഖയുടെ അവസാനം പറഞ്ഞു വച്ചിരിക്കുന്നത്: കുരിശിലെ യാഗം അൾത്താരയിൽ ആഘോഷിക്കപ്പെടുമ്പോഴെല്ലാം നമ്മുടെ രക്ഷയുടെ കർമ്മം നിർവഹിക്കപ്പെടുകയാണ്. അതായത് യേശുവിൻ്റെ കുരിശിലെ മരണം എപ്രകാരം ലോകം മുഴുവനിലുള്ള മനുഷ്യർക്ക് രക്ഷ പ്രാപിച്ചു കൊടുത്തുവോ, ഓരോ കുർബാനയിലും അത് തന്നെ സംഭവിക്കുന്നു. ഓരോ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നവർ രക്ഷ സ്വന്തമാക്കുന്നു, അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ. ഇതാണ് കത്തോലിക്ക വിശ്വാസമനുസരിച്ച് പരിശുദ്ധ കുർബാന ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഉറവിടവും അത്യുച്ചയുമാണെന്ന് പറയുന്നതിനുള്ള മുഖ്യ കാരണം. ചുരുക്കത്തിൽ പരിശുദ്ധ കുർബാന ദിവ്യകാരുണ്യം പഴയ നിയമത്തിലെ പ്രതീകങ്ങളിലൂടെ സന്നിഹിതമായിരുന്നു. പുതിയ നിയമത്തിൽ യേശുവിൻ്റെ കാലത്ത് അന്ത്യത്താഴ്ത്തലും കാൽവരിയിലെ കുരിശിലും അർപ്പിക്കപ്പെട്ട ബലിയിലൂടെ യാഥാർത്ഥ്യമാക്കപ്പെട്ടു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന ആഹ്വാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ കുർബാന സഭയുടെ യുഗത്തിൽ ഒരു കൂദാശയായി എന്നും തുടരുന്നു. യേശുവിൻ്റെ ഒരിക്കൽ അർപ്പിച്ച കാൽവരി കുരിശിലെ ബലി സഭയ്ക്ക് എല്ലാ കാലത്തും തൻ്റെ ബലിപീഠത്തിൽ പുനരവതരിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. വിശുദ്ധ കുർബാന സ്ഥാപിച്ച ഈ ദിവസം തന്നെയാണ് ഈശോ വിശുദ്ധ പൗരോഹിത്യം സ്ഥാപിച്ചതെന്ന കാര്യം നമ്മൾ അനുസ്മരിക്കേണ്ടതുണ്ട്. പരിശുദ്ധ കുർബാനയും പരിശുദ്ധ പൗരോഹിത്യവും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ അത്ഭുതകരമായ സംവിധാനങ്ങളാണ്. ഈ രണ്ട് കുദാശകളെയും വിലമതിച്ചുകൊണ്ടും ഈ കുദാശയിൽ ലഭിക്കുന്ന പ്രസാദവരങ്ങൾ പ്രാപിക്കാൻ തക്കവിധം വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ടും നമുക്ക് ഈ വിശുദ്ധവാരം ശരിയായി ആചരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി.